എല്ലാവർക്കും തന്നെ മൈക്കിട്ടേക്ക് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്ക് പോകാനുള്ള യാത്രയാണ്. ഇപ്പം പാതിരാപുരത്തെത്തി. ഇത്ര നേരം മടി പിടിച്ചിരുന്നത് കൊണ്ട് എടുത്തില്ല. ഇപ്പോൾ എങ്കിൽ ഒന്ന് എടുത്തേക്കാന്ന് വെച്ചിരുന്നത്. ചേട്ടൻ്റെ കാറിലാണ് പോകുന്നത്, ബ്രദറിൻ്റെ മൂത്ത. അപ്പോൾ ചേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ശരിക്കും എടുക്കാനും പറ്റും. ഇതിപ്പോൾ മണി 6:25 അപ്പോൾ അതുകൊണ്ട് അത്ര ട്രാഫിക് ഇല്ല. നല്ല ഭംഗിയായിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി കമൻട്രി ഇല്ല, ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. അതുകൊണ്ട് ഇവിടെ ഒരു പള്ളിയുണ്ട്, മുസ്ലിം പള്ളി, ലെഫ്റ്റ് സൈഡിൽ. അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ നിർത്തിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ നിർത്തി. ചേട്ടൻ ഇറങ്ങി പോന്നാൽ ഞാൻ പോണോ? ഓ, അതവർ ചീത്ത വിളിക്കുമോ? അൺലോക്ക് ചെയ്യട്ടെ. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ കൊണ്ടുവന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വെച്ച്. ബെൽറ്റ് അയച്ചു ചേട്ടാ. ഞാൻ പള്ളിയിലോട്ട് അങ്ങനെ ഇറങ്ങുകയാണ്. തിരിച്ച് റിവേഴ്സ് വന്നുകൊണ്ട് പള്ളിയിലോട്ട് അങ്ങോട്ട് നടക്കുന്നു. ഇവിടുത്തെ ഇടതുവശത്തെ മുസ്ലിം പള്ളിയാണ്. അവിടെ ഇങ്ങനെ ഇതൊരു കർവിലാണ് ഇരിക്കുന്നത്. ഇവിടെ എല്ലാവരും, മിക്കവാറും എല്ലാവരും അറിയാവുന്നവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പൈസ ഇട്ടിട്ടൊക്കെയാണ് പോകുന്നത്. അതൊരു കസ്റ്റം പോലെയായി. നമ്മൾ ഹിന്ദുക്കളാണ്, പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കസ്റ്റം പോലെയായി. ഇതാണ്. അപ്പോൾ ഇത് ഞാൻ ഇതും കൂടെ കാണിക്കാം. ഇതാണ് നമ്മൾ കാണുന്നത്. നമുക്കൊരു പ്രസാദം തന്നു കേട്ടോ. താങ്ക് യു. നമ്മൾ തിരിച്ചു പോകുന്നത് ഇവിടെ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്. അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ, കലവും ചട്ടിയും ഭരണിയൊക്കെ ഉണ്ട്. ഇവിടെ തൊഴാം. ഇതാണ് പള്ളി, കാറിൻ്റെ ഒരു ഖബറാണ്. ശരി, അപ്പം നമ്മൾ പിന്നെ ഞാൻ കാറിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. ചേട്ടൻ്റെ കാറാണ് നിൽക്കുന്നത്. അതിലാണ് ഞാനിപ്പോൾ കയറാൻ പോകുന്നത്. ചേട്ടാ, അവരൊരു പ്രസാദം തന്നു. അപ്പോൾ പതുക്കെ കയറി ഇരുന്ന് അടയ്ക്കട്ടെ. ഞാൻ ബെൽറ്റ് വെച്ചു ചേട്ടാ. നോക്കട്ടെ, ഒന്ന് പോസ് ചെയ്തിട്ട്. ബോസൊന്നും ചേട്ടനൊന്നും പിടിച്ചോ. ബെൽറ്റൊക്കെ ഇട്ട് ഇനി നമ്മൾ യാത്ര തുടരാൻ പോകുന്നു. പള്ളിയിലൊരു കൊച്ചു കവറാണ്. ഒരു കൊച്ചു ആരോ ആണ് മരിച്ചതെന്ന് തോന്നുന്നല്ലേ? ആ, അല്ല, അപ്പം ചെറിയ നീളമേ ഉള്ളൂ അതിന്. ആണല്ലേ? ആ. അപ്പോൾ ഇത് റോഡിങ്ങനെ വളരെ നല്ല റോഡാക്കിയോണ്ട് പെട്ടെന്ന് അറിയാനും കൂടെ പറ്റില്ല എവിടെയൊക്കെയാണ് എത്തുന്നതെന്ന്. ഇപ്പം വഴിമുക്കെത്താൻ പോകുന്നു. ഇവിടെ നിന്ന് വലത്തോട്ട് പോയാൽ കാഞ്ഞിരംകുളം, പൂവാർ, കാഞ്ഞിരംകുളം പൂവാറൊക്കെയാണ് ഇവിടെ നിന്ന് വലത്തോട്ട്. ലെവലില്ലാതെ ആയിരിക്കും ഓടിക്കുന്നത്. രാവിലെ ട്രാഫിക് നോക്കാതെ ആൾക്കാർ. ഇവിടെ നിന്ന് വലത്തോട്ടുള്ള റോഡാണ്. ഒരു ഓട്ടോ പോകുന്നുണ്ട് ഫ്രണ്ടിൽ. അതാണ് കാഞ്ഞിരംകുളം പൂവാർ പോകുന്ന വഴി. നമ്മൾ നേരെ നെയ്യാറ്റിൻകരയിലേക്ക്. ഈ ഓട്ടോക്കാരെ ചുമ്മാ ലൈറ്റ് ഇട്ടിരിക്കുന്നേ ഉള്ളൂ നമ്മളെ പറ്റിക്കാൻ. അവൻ ചുമ്മാ വലത്തോട്ട് ഇട്ടിരിക്കുന്നു, നമ്മളെ പോകാൻ സമ്മതിക്കില്ല. ഞാനും കാണിക്കും ചേട്ടാ. ചിലപ്പോൾ മുമ്പിൽ കാറ് പോവാണെങ്കിലേ ഞാൻ ഹോൺ അടിച്ചിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അവന്മാരാണെങ്കിൽ വിവരമുള്ളവരാണെങ്കിൽ, ഇല്ലെങ്കിൽ അടയ്ക്കില്ല. അത് തന്നെ അല്ലേ? പണ്ട് അതുകൊണ്ട് സ്ത്രീകൾ ഓടിക്കുമ്പോൾ കാണിക്കും.
പിന്നെ പെണ്ണുങ്ങൾക്ക് ആരും ഓടിക്കുമ്പോഴും കാണിക്കാമല്ല. പെണ്ണുങ്ങൾ ഓടിച്ചാലും കാണിക്കാം, ആണുങ്ങൾ ഓടിച്ചാലും കാണാം. ആണുങ്ങൾക്കാണ് കുഴപ്പം. ഇവിടെ ഏതോ ഒരു ഓട്ടോറിക്ഷയുടെ ഒരു കമ്പനിയാണ് അല്ലേ ഏട്ടാ? ആ ഇവിടെ വലതു സൈഡിൽ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്. നമ്മളിപ്പോൾ നെയ്യാറ്റിൻകര എത്തും. എല്ലാവരും വലത്തോട്ട് ലൈറ്റ് ഇട്ടിട്ടാണല്ലോ അവനാണ്. ഞാൻ കാണിക്കാം അവനെ. അവനതുമല്ല, അവൻ അറിഞ്ഞു പോലും കൂടായിരിക്കും. ആ പിന്നെ ഗണേഷ് കുമാരൻ ചോദിച്ചു, അവർ ചോദിക്കാൻ കഴിഞ്ഞ 2-3 കൊല്ലം പണ്ട് മന്ത്രിയായിരുന്നപ്പോൾ ചോദിച്ചു. തമിഴ്നാട്ടിൽ മഴയുണ്ടല്ലോ. കാർമേഘങ്ങളല്ലേ? ഇവിടെ ഇടതു സൈഡിലായിട്ട് ഒരു ഡിസ്റ്റിലറി ഉണ്ട് ചേട്ടാ. ഇതുവഴി ഇങ്ങനെ ഇടത്തോട്ട് പോകുന്നത് ഈ ഭാഗത്തല്ല, കുറച്ച് അങ്ങോട്ട് ഇറക്കത്തി ചെന്നിട്ട് ലെഫ്റ്റിലേക്കൊരു ഇവിടുത്തെ ഡിസ്റ്റിലറി ഉണ്ട്. ഞാൻ വന്നിട്ടുണ്ട് അവിടെ. AECയുടെ കൂടെ ആയിരുന്നല്ലോ ഞാൻ. അപ്പം അവരും ഞാനും കൂടെ ഭയങ്കര സർക്കിട്ടായിരുന്നു. അവരുടെ വർക്കിംഗ് ഒക്കെ എന്നെ കാണിച്ചു അവർ. കഴിഞ്ഞു പോയോ എന്തോ. സ്ഥലമാണ് ഒരു വിറ്റിളഞ്ഞു. വലതുവശം ഇടതുവശം ഓ വലിയ റോഡായി. രാജധാനിയുടെ ബസ് കണ്ട ഇവിടന്നേ ഉണ്ട്. ഇപ്പൊ 7:30 ആ 6:30. ഞാനിപ്പോ മണിയായി. ഇതാണ് ഞാൻ പറഞ്ഞത്, 6:30 മണിയായി. ഓ ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങും ചേട്ടാ. 6 ഇതുവഴിയാണ് ഡിസ്റ്റിലറി. ഇതുവഴി അവിടെ വന്ന് ഞാൻ മറന്നു. എനിക്ക് ഓർമ്മയില്ല എത്ര വർഷത്തിന് മുമ്പ് വന്നത്. അപ്പം അവിടെ നിന്ന് കുപ്പികളൊക്കെ ഇങ്ങനെ ബോട്ടിൽ ചെയ്യുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ നാൾ ഒരു 1.5 വർഷം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷൻ ഞങ്ങളുടെ ഓഫീസിലുണ്ട്. അവരുടെ കൂടെ ആയിരുന്നേ. ഞാനൊരു സസ്പെൻഷൻ കഴിഞ്ഞാണ് അങ്ങോട്ട് വരുന്നത്. കേട്ടാ ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് അവരുടെ കൂടെയാണ് എന്നെ പോസ്റ്റ് ചെയ്തത്. അപ്പം ഞാനൊരു സസ്പെൻഷൻ കഴിഞ്ഞ ഒരാളല്ലേ, അവർ വിചാരിച്ച് ഏതൊരു ഭീകര ജീവിയാണ് വരുന്നത്. അവരാകെ പേടിച്ച് പറിച്ചിരിക്കുക. ഞങ്ങൾക്ക് പ്രത്യേകം 2 റൂമാണ്. എനിക്കും കൂടെ റൂമിൽ കൂടെ അപ്പുറത്തോട്ട് ഇറങ്ങാം. എനിക്ക് അവിടെ ഒരു ഫോണുണ്ട്, അവർക്കൊരു ഫോണുണ്ട്. അങ്ങനെ ഇറങ്ങി അന്ന് വന്നപ്പം അവർക്ക് അറിയാലോ ഓർഡർ. നേരത്തെ ഞാനിങ്ങനെ ഒരാൾ വരുന്നുണ്ട് സുഷമ പാല. അവർ പേടിച്ച് പോയി. അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് 2 ദിവസം പേടിയായിരുന്നു. പിന്നെ അവർക്ക് എന്നെ പിരിഞ്ഞ് ഒരു ജീവിതം ഇല്ലാന്നായി. അപ്പോൾ അവർ ഈ പറഞ്ഞവനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ എന്നെ ഭീകര ജീവി എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു 2 മണി വരെ ആകുമ്പോഴത്തേക്ക് 2:30 ആകുമ്പോൾ ഇറങ്ങും. അവരെന്നെയും കൂടെ കൊണ്ട്. എനിക്കപ്പോൾ പിന്നെ അറ്റൻഡൻസിൻ്റെ കാര്യമൊന്നുമില്ല. ഇറങ്ങി നമ്മൾ പിന്നെ ബേക്കറി ജംഗ്ഷൻ്റെ അവിടെ കൊണ്ടുവന്ന് ഹോട്ടലിൽ കൊണ്ടുവന്ന് കഴിപ്പിക്കുകയാണ് ജോലി അവർക്കായിരുന്നു. അവർക്കൊരു മോനെ ഉണ്ടായിരുന്നു, പെന്തക്കോസ്റ്റായിരുന്നു. മേരി, AB മേരി. അന്നേ അവരുടെ ഹസ്ബൻഡ് ഇല്ലായിരുന്നു, മരിച്ചു പോയായിരുന്നു. നമ്മൾ വേണ്ട നെയ്യാറ്റിൻകര ജംഗ്ഷനിലെത്തി. നമ്മൾ അമ്പലത്തിൽ ഇറങ്ങുന്നുണ്ട് ഏട്ടാ. നമുക്കിവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ നെയ്യാറ്റിൻകര, പാർത്ഥസാരഥി ക്ഷേത്രം. അവിടെ ഇറങ്ങിയിട്ടേ പോവുള്ളൂ. നമുക്ക് പതുക്കെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് എൻ്റെ പാർത്ഥസാരഥി ക്ഷേത്രം കാണുന്നു. നേരെ ശിവക്ഷേത്രമുണ്ട്. ഇവിടെ നിർത്തി, കാറൊക്കെ ഇവിടെ നിർത്തി നമുക്ക് പാർക്ക് ചെയ്ത് വീണ്ടും ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ താമസിക്കാം നമ്മൾ. തന്റെ നെയ്യാറ്റിൻകര ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നു.
ഇവിടെ ഏതോ ഒരു ബാഹുബലി ഒരു ഉത്സവം ഒരു എക്സിബിഷൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പം കയറാമെന്നാണ് ചേട്ടത്തി പറഞ്ഞത്. അപ്പം ലോറിയുടെ പുറകിനായിപ്പോയി. ആരുടെ കൂട്ടുകാരൻ ചേട്ടൻ? ഉഷയുടെ മോൻ്റെ. ഓ ബൈക്കിൽ മലത്തോട്ട് ബസ് സ്റ്റാൻഡാണ്, നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡ്. നമ്മൾ തന്നെ ലെഫ്റ്റിലോട്ട് അങ്ങ് ബസ് സ്റ്റാൻഡ് ഊരമ്പ്. എന്ത് കഷ്ടപ്പെട്ടാണ് ആ ബസ് വലിഞ്ഞേറി വന്നതല്ലേ അതുവഴി. അല്ല അതുവഴി കുട്ടികളെ ചിലപ്പോൾ എടുക്കാനുണ്ടായിരിക്കും. ഇപ്പൊ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് കൊള്ളാം. അല്ല ഇപ്പൊ അത് തന്നെ. ഇപ്പൊ സ്കൂൾ ബസ്സാണ്, സ്കൂളിൻ്റെ ആണ് ഇപ്പൊ ഉള്ള ട്രാഫിക്. പിന്നീട് കഴിയുമ്പോ നിങ്ങൾ വീട്ടിൽ നിന്ന് ലേറ്റ്. അതുകൊണ്ട് എല്ലാ അമ്പലങ്ങളിലും ലേറ്റാക്കി. അവിടുത്തെ പാർത്ഥസാരഥി ക്ഷേത്രം ഒന്ന് കാണേണ്ടതാണ്. അമ്പലത്തിനകത്ത് 4 കുതിരയെ നിർത്തി. പിന്നെ കുറേ നേരം പൂജയുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് മേളം ഉണ്ട് അവിടെ, പല പല മേളം. അല്ല ഇത് പക്ഷേ ഇവിടുത്തെ നമ്മുടെയാണ്, നമ്മുടെ തിരുവനന്തപുരം ഇവിടുത്തെ ദേവസ്വമാണ് കേട്ടോ. തമിഴ്നാടിൻ്റെ അല്ല. അവിടെ അവിടുത്തെ ദേവസ്വം എഴുതിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ദേവസ്വം തന്നെ. ഗുരുവായൂർ പാർത്ഥസാരഥി ഇല്ലേ, അത് തമിഴ്നാട്ടിൻ്റെ അല്ല, നമ്മുടെ തന്നെ. ഗുരുവായൂർ കേട്ടാ. അത് മമ്മിയൂരാണ് രാധ. റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്താണ്. ഞാനില്ല, വാസുവണ്ണം മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ടുപോകാതെ പോയി, അതുകൊണ്ട് എനിക്ക് അറിയില്ല. അവരെല്ലാം അവിടെ ചെന്നുണ്ട്. എവിടെ പോയി അങ്ങനെ ചോദിച്ചത്. അണ്ണനോട് പോയി. വീണ്ടും ഇടയ്ക്ക് കുറച്ച് നേരം വീഡിയോ നിർത്തി വെച്ച്, കാരണം ലോറി ഇങ്ങനെ മുമ്പേ പോയി അവൻ്റെ ലോറിയുടെ കാറിൻ്റെ മൂലം കാണിക്കണ്ടെന്ന് വെച്ച്. അപ്പം പിന്നെ അത് കഴിഞ്ഞിപ്പം വീണ്ടും എടുക്കാൻ തുടങ്ങി. അപ്പം നല്ല കുറച്ച് ട്രാഫിക്കായി. മണി 7:30 അല്ലേട്ടാ? 7:15 കഴിഞ്ഞു. ഇപ്പം തന്നെ ഇപ്പം സ്കൂളിൻ്റെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം ട്രാഫിക് വരുന്നത്. ഇപ്പം സ്കൂള് ഇവിടെ ഇതിപ്പം പിന്നെ ഉദയൻകുളങ്ങര ജംഗ്ഷനായി. ഇവിടെ നിന്ന് വലത്തേക്ക് പോകുമ്പോഴാണ് ചെങ്കൽ ക്ഷേത്രം. അതിപ്പം ഭയങ്കര ഫേമസ് അല്ലേ, നമ്മുടെ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും, ലോകമാണ് രാജ്യമല്ല, ലോകത്തിലേക്കും വെച്ച് പിന്നെ ഏറ്റവും വലിയ ശിവലിംഗം അവിടെയാണ്. അത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ആ ശിവലിംഗത്തിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഹിമാലയോ എന്തൊക്കെയോ കംപ്ലീറ്റ് സെറ്റപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത്. പല പല സ്വാമിയുടെ എല്ലാം അതിനകത്തുണ്ട്. അത് അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല. അകത്ത് വീഡിയോ ഒക്കെ അടിയും തന്ന് വാങ്ങിച്ചു വയ്ക്കും. ഞാൻ പിന്നെ അവിടെ പോയിരുന്നു. അപ്പോൾ ഞാൻ ആ ശിവലിംഗത്തിൻ്റെ അകത്ത് കയറി. അതിനകത്ത് നമ്മളിപ്പം ശിവലിംഗം വെറുതെ ഒരു ശിവലിംഗം പോലെയാണ് കാണുന്നത്, പക്ഷേ അതിനകത്ത് സ്റ്റെപ്സ് ഉണ്ട്. അതിൽ കൂടെ ഓരോ തട്ടുണ്ട്. അത് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ എല്ലാം അതൊക്കെ അറിയാവുന്ന ഒരാളിനെ അവിടെ നിർത്തിയിട്ടുണ്ട്, ഒരു പൂജാരിയെ പോലത്തെ. നമ്മളുടെ കാര്യം നമുക്കതൊക്കെ എന്തോ ആണെന്നൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് പിന്നീടാണ് ഞാനിങ്ങനെ നമ്മളവിടുത്തെ സ്വാമിയുണ്ട്. സ്വാമിയുടെ പേരിപ്പം പണ്ടുണ്ടായിരുന്ന പേരല്ല, സ്വാമിക്ക് ഇപ്പം വലിയ കാഞ്ചി അങ്ങനെ ഒരു സ്വാമി ഉണ്ടായിരുന്നല്ലേ, കാഞ്ചി കാമോടി. അവിടെ വന്നൊക്കെ സ്വാമിക്ക് എന്തോന്നോ സത്യാനന്ദ അങ്ങനെ എന്തൊക്കെയോ മഹേശ്വര എന്നൊക്കെ പറഞ്ഞൊരു പേര് കൊടുത്തായിരുന്നു. അപ്പോൾ ആ സ്വാമിയാണ് എല്ലാം കണ്ടു. സ്വാമിയാണ് അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ കയറി ശിവലിംഗത്തിനകത്തൂടെയൊക്കെ കയറി തിരിച്ചു വന്ന് സ്വാമിയെ കാണാൻ വന്നപ്പോൾ സ്വാമി പറഞ്ഞ്
അപ്പോഴാണ് സ്വാമിയുടെ മുമ്പിൽ CCTV ഇരിക്കുന്നത്. അപ്പോൾ സ്വാമി നോക്കുന്നുണ്ട് ഇതാരെങ്കിലുമൊക്കെ പിന്നെ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ടോ, വീഡിയോ എടുക്കുന്നുണ്ടോ. മാത്രമല്ല സ്വാമി ഈ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ശരിയാണോ എന്നും കൂടെ നോക്കാനൊക്കെ ആയിരിക്കും. അത് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ഹിമാലയം ഐസ് തണുപ്പിന് അവിടെ കംപ്ലീറ്റ് അതിനകത്ത് AC ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഉഷ്ണിക്കൂല. ഇത് ഒരു ശിവലിംഗമല്ലേ, അപ്പം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു പൊക്കത്തിലുള്ളൊരു സ്ഥലത്തിൻ്റെ ഇടയിൽ കൂടെയാണ് പടിയും എല്ലാം ഉള്ളത്. അപ്പം പിന്നെ ഹാർട്ടിന് അസുഖമൊക്കെ ഉള്ളവർക്കും BP ഉള്ളവർക്കൊന്നും ചിലപ്പോൾ കയറാൻ പറ്റില്ലായിരിക്കും. സ്റ്റെപ്പുകളാണ് ഓരോ പാർട്ട് 7 8 അങ്ങനെ കുണ്ടലിനി അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. ഞാനിപ്പോൾ കുറേ നാളായി അത് പിന്നെ എനിക്ക് ഓർമ്മയില്ല. എന്നാലും നല്ല രസമാണ് അതിനകം കാണാനൊക്കെ. അപ്പോൾ അതാണ് അത്രയും ദൂരം ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം പിന്നെ അത് കഴിഞ്ഞ് കുറേ ദൂരം ഇങ്ങ് എത്തി പാറശാലയാകാൻ പോകുന്നു. പാറശാല കഴിഞ്ഞാലേ നമ്മുടെ ബോർഡർ അല്ലേ കളിക്കവിള അല്ലേ, പാറശാല എത്താൻ പോകുന്നു. ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് ജോലി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഇപ്പോൾ അവളുടെ ഒട്ടും സുഖമില്ലാതെ അവളെന്നേ മരിക്കുമെന്നും പറഞ്ഞ് ഭയങ്കര അസുഖമായിരുന്നു. അങ്ങനെ മരിക്കും എന്ന് പറഞ്ഞ് ആ അസുഖത്തിന് ശേഷം അവളൊരു കുട്ടിയെ പ്രസവിച്ചു. അതിൻ്റെയും കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരത്ത് എവിടെ ഏതൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് എനിക്കതിനെ ബന്ധപ്പെടാനും പറ്റിയില്ല. ഒരു മുസ്ലിമാണ്. നമുക്കിപ്പോൾ അതുവഴി ഇങ്ങനെ പോയി പിന്നെ കളിക്കവിള. ഇപ്പം വീണ്ടും ഇവിടെ ട്രാഫിക്കൊന്നും ഇല്ല. സ്കൂൾ ബസ് തന്നെ വരുന്നുള്ളൂ ദൂരം നിന്ന്. ഇപ്പം ഗോസ്ലോ ആണ്, ഗോസ്ലോ തമിഴ്നാട് വണ്ടിയാണ് കാണുന്നത് കേട്ടോ. ഇതാണ്ടേ ലെഫ്റ്റിലോട്ടുള്ള വഴി ഏതാണ് ചേട്ടാ? ചേട്ടാ ഇതുവഴി എങ്ങാണ്ട് ലെഫ്റ്റിലേക്ക് ഒരു വഴിയില്ല. അത് എന്തോന്നോ ഒരു പിന്നെ വലിയൊരു എവിടെയോ ഒരു അല്ല ടൂറിസ്റ്റ് സെൻറ്റർ ഒരുമാതിരി നമ്മൾ തമിഴ്നാട് പോലെ അങ്ങനെ തമിഴ്നാട് തന്നെ ഭയങ്കര ഒരു പേരൊക്കെ. ഞാനത് അന്ന് ശ്രദ്ധിച്ച് വെച്ചിരുന്നതാണ്. പിന്നെ എനിക്കിപ്പം മറന്നുപോയി. ഒരു ഭയങ്കര ടൂറിസ്റ്റ് സെൻറ്റർ ഇടത്തൂടെ എങ്ങാണ്ട് പോകണം. ആ കൃഷ്ണൻകുട്ടി പാവം കൃഷ്ണൻകുട്ടിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ അന്നേ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷൻ ഞാനും കൂടെ ഉണ്ടായിരുന്നപ്പം. അപ്പോൾ കൃഷ്ണൻകുട്ടിക്കൊക്കെ അവിടെ വരണം. CA ആയിരുന്നു അവസാനം. പക്ഷെ കൃഷ്ണൻകുട്ടി ഒരു പാവമായിരുന്നു. കാർ അടിമില്ലിൽ കൂടെ പോകുന്നു. പിന്നെ അതൊരു പാവം കൃഷ്ണൻകുട്ടി. ഒരു പോലീസ് ആകാനോ എക്സൈസ് ആകാനോ ഒന്നും ഇതില്ലാത്തൊരു പാവം മനുഷ്യനായിരുന്നു. അസുഖമായിരുന്നു കേട്ടോ അയാൾക്ക് മരിച്ച വെറുതെ. ചന്ദ്രമോഹൻ്റെ അളിയൻ പേട്ടനായിരുന്നു കേട്ടാ. അമ്മണിയുടെ അതാണ് അതൊരു പാവം. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കിട്ടേണ്ടേനെ കിട്ടുവുള്ളൂ അല്ലേ ഏട്ടാ? അതെ. വീട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവരാണ്. അവനങ്ങനെ ഒരു ഉത്തരവാദിത്വമല്ലോ. വീട്ടിൽ എന്തുണ്ട് എങ്ങനെയാണ് എന്തുമായി അത് അവൻ്റെ ഭാര്യയ്ക്കും ഇല്ല. അത് ചുമ്മാ പറയുന്നില്ല. അവനവൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒയ്യോ അത് കഴിഞ്ഞുള്ളൂ ബാക്കി എന്തും കൊള്ളാം. ഇതൊക്കെ നമുക്കറിയാവുന്നതല്ലേ. അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആകണം. പിന്നെ ഇല്ലെന്ന് പറയുന്നത് എന്തിന്? ഇപ്പം നമ്മൾ പരശു വയ്ക്കൽ കഴിഞ്ഞു.
ഏറ്റവും കയറി ചെല്ലുമ്പോൾ പറഞ്ഞു കിടന്നു ഓടാം ഓടിക്കണം. എന്നിട്ട് തട്ടിയിട്ട് വേണം. ലോറിക്കാർക്ക് ഇപ്പോൾ ഇനി ഒരു അരമണിക്കൂറുടെ അല്ലേ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. പിന്നെ സ്ഥലം തരുവേ അതാണ് വേണ്ടത്. അത് ഈ കയറ്റമൊന്നും പോരാ, കുറച്ചൊരു കയറ്റം. അവന് ലോഡില്ലെന്ന്. ലോഡില്ലെങ്കിലും അവന് പുള്ളിങ് ഇല്ല കേട്ടാ. വേണ്ട മുമ്പിൽ ബസ് ഇത് കിടക്കുന്ന കോളേജ് ബസ്. ഇതാണ് പാറശാല, നമ്മുടെ കേരളത്തിൻ്റെ ഒരു സൈഡ് എൻഡ്. കളിക്കവിടെയാണ് എൻഡ്. അല്ല, പാറശാല എന്ന് പറയുമ്പം പാറശാല എന്ന് കേൾക്കുമ്പോൾ എന്തോ ആണെന്ന് വിചാരിക്കും. ഈ ലോറിയുടെ പിൻഭാഗം കാണാനാണല്ലോ ഭഗവാനെ നമുക്ക് യോഗം വന്നത്. ലോറിയെ വെട്ടിച്ച് നമ്മൾ ഒറ്റ കടകളും തുറന്നിട്ടില്ല. പാറശാലയാണിതേ. പാറശാല പഴയ കടകളാണ്, എല്ലാം കൊള്ളാം, എല്ലാം അടച്ചിരിക്കുകയാണ്. മണി 7:30 ആകാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഇവിടെ നിന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴായിരുന്നു പണ്ട് ബിവറേജ് കോർപ്പറേഷൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നത്, ലിക്കർ ഷോപ്പ്. അപ്പം അപ്പോഴും പക്ഷേ തമിഴ്നാടിൻ്റെ ലിക്കറിനൊക്കെ വിലക്കുറവും കേരളത്തിൻ്റെ വിലക്കുറവ് കൂടുതലുമായിരുന്നു. അപ്പം ഇവിടെ സെയിൽ കുറവായിട്ട് അടച്ചു പൂട്ടി പോയോന്ന് പറഞ്ഞില്ല. അത് തന്നെ കടന്നു പോണ ദൂരം കൊണ്ട് 50 രൂപ ലാഭം. എന്നാ പിന്നെ ഇവിടുന്ന് അവിടെ പാറശാല ഇല്ലല്ലോ, ദൂരെ പോയി. പിന്നില്ലേ ഇവിടെ മറ്റേ പമ്പ് കാണും. ഏരി കഴിഞ്ഞ പമ്പേ എല്ലാവരും ഇവിടെ വന്നടിക്കും. ടാങ്കിലും മാറ്റുണ്ടായിരിക്കും കന്നാസിലൊക്കെ. പിന്നെ അവന്മാർക്ക് അടിക്കാൻ പറഞ്ഞാൽ അവന്മാർ ഇങ്ങനെ കുടുക്കി അടിക്കും. ഒരു തുള്ളിയും കൂടെ വീഴത്തൊക്കെ വെത്തി ഇങ്ങനെ അടിക്കണം. മോപ്പ് വന്നപ്പോൾ അടിച്ചോ ആകെ ഒരു 3000 രൂപയ്ക്ക് അടിക്കുമ്പോൾ നിൽക്കും. 2000-2500 രൂപ അടിക്കുമ്പോൾ നമ്മുടെ ഫുള്ളാവും. അറിഞ്ഞൂടെ എത്രയാണെന്ന് ഇല്ല. ഞാൻ 3000 രൂപയ്ക്ക് അടിച്ചപ്പോൾ ഫുള്ളായെന്ന് തോന്നുന്നു. എത്ര അതിലുണ്ടായിരുന്നോന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം ചേട്ടാ. ഇതൊരു വെടിവെച്ചാൻ കോവിലാണിത്. ഇവിടെ ഇതിപ്പം ഭയങ്കര റോഡൊക്കെ ആക്കിയത് വെടിവെച്ചാൻ കോവില്. റോഡുകളൊക്കെ മാറിപ്പോയി അല്ലേ? പിന്നെ ഇത് അതല്ലേ പറഞ്ഞ ഒഴുത്തറ കഴിഞ്ഞ ഉടനെ മറ്റേ മർത്താണ്ടം പറ്റും. തൊടുവട്ടി ചേട്ടൻ വന്ന ഇവ മാപ്പിള നമ്മളെ ഒരു പാലത്തിൽ കയറ്റിയത് തൊട്ടിപ്പാലം. അയ്യോ പേടിച്ച് ചത്ത്. എന്താ അനങ്ങുന്ന പാലോ? കണ്ട പേടിയോ. ഇങ്ങനെ ഒരു മലയാളം വണ്ടിയിൽ കൂടെ താഴെ ഭയങ്കര പണ്ടാരം കൂടി അതിന്റെ ഓട്ട കാണാം. പിന്നെ എങ്ങനെ പോയി?
വെറുതെ പോയി കാണും. അണ്ണന്റെ മോൻ കൊണ്ടുപോയി. അവൻ ഒരു കള്ളനാണ്. അവൻ ഇറച്ചിക്കടയിൽ ചെന്നിട്ട് ആദ്യം ഇറച്ചി എല്ലില്ലാതെ താഴണം, എല്ലില്ലാതെ എല്ലില്ലാതെ വാങ്ങിക്കും. ആട്ടിറച്ചി എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ അണ്ണ அந்த എല്ലിപ്പം കൂടി ഇങ്ങനെ പോടില്ല. നല്ലി. ആ നല്ലി. അവന് തമിഴാണ്. അവൻ കൂടുതൽ തമിഴാണ്, തമിഴ് പയ്യൽ. ആ എല്ലും കൂടെ വാങ്ങിച്ചോണ്ട് വരും. അത് എല്ലില്ലാതെ 2 കിലോ കഴിഞ്ഞ് എല്ല് ബാക്കി എല്ലാം എല്ല് വെട്ടിയതെല്ലാം അവിടെ മാറ്റി വെക്കും. ഏത് ആട്ടിറച്ചിയോ? ഓ അവന്മാര് എല്ല് കൊടുക്കുവോ അതിന്? എല്ലില്ലാതെ തരവില്ലല്ലോ. അപ്പൊ അവൻ എല്ലില്ലാത്ത ഇറച്ചി എന്ന് പറയാൻ, എല്ലില്ലാതെ ഇറച്ചി വാങ്ങിച്ചിട്ട് അന്ന് നെല്ലി കുടിക്ക പോടയ്യ പോട അണ്ണ. അത് 2 അണ്ണന്മാരെ. നമ്മുടെ മോളും അണ്ണയാണ്. ചുമ്മാ അണ്ണ, ഒരു കൊച്ചു ഭയങ്കര അണ്ണാണ്. അവന് റെസ്പെക്റ്റ് ആവും. എണ്ണേ എണ്ണേ എന്താ പൈ ഓ, ഈ ഫ്ലൈ ഓവർ നല്ല നീളമുണ്ട് കേട്ടോ. നല്ലതാണ്. ആ. ഒരുപാട് ദൂരം കവർ ചെയ്തു അണ്ടർ ഗ്രൗണ്ടിൽ കൂടെയുള്ള വഴിക്കിടെ തള്ളണ്ട. ഇങ്ങനെ ഇവിടെ നോക്കി ഒറ്റ അടി കൂടെ അടിച്ചെങ്കിൽ തൊഴിൽ ഞങ്ങൾ ഇതിനകത്ത് പെട്ടുപോയി. ഈ അടിയിൽ ഇത് നന്നായിക്കൊണ്ടിരുന്നു. എവിടെയാ കയറി നമ്മളിപ്പോ ചങ്ങനാശ്ശേരി പോണ റോഡ് പോലെ അല്ലേ ഏട്ടാ? അല്ല, ഇതല്ല. നേരത്തെ ആണെങ്കിൽ ഇപ്പൊ ചങ്ങനാശ്ശേരിയിലും ഇത്രയും നീളത്തിലുള്ള റോഡും അടിയിലും ഉണ്ടല്ലോ. ഏത് റോഡെന്ന് ചേട്ടന് മനസ്സിലായില്ല? നമ്മള് ചങ്ങനാശ്ശേരി തിരുവല്ല റോഡ്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വരുമ്പോഴേട്ടാ ചങ്ങനാശ്ശേരി റോഡ്. റോഡൊക്കെ പിന്നെ അടുത്ത ഫ്ലൈ ഓവറിൽ കയറി. ഇതൊരു ഫ്ലൈ ഓവർ, ഭയങ്കര നീളത്തിലെ ഫ്ലൈ ഓവർ. എത്ര നീളം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. 3 കിലോമീറ്റർ. ഏതായാലും നമ്മുടെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഫ്ലൈ ഓവർ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എവിടെയെങ്കിലും. അതല്ല ഇത്ര നീളം. ആ ശരിയാണ്. ആറ്റിങ്ങൽ. ഓ, അതാണ്ട് ഫ്ലൈ ഓവർ അവസാനിക്കാൻ പോകുന്നു. നമുക്ക് ഈ ഫ്ലൈ ഓവറിന്റെ അവസാനം എൻഡ്